ഈ ലോകത്ത് എത്രയൊക്കെ ജോലിഭാരം ഉണ്ടായാലും ഇത്രയും സമയം അധികം വരുന്ന ഒരാള് നീ മാത്രമായിരിക്കും. നിനക്ക് ആക്ച്വലി ഒരു ദിവസം ഒരു 10-12 മണിക്കൂറിന്റെ ആവശ്യമുള്ളൂ. 24 മണിക്കൂറൊക്കെ അധിക ദൈവം തന്നേക്കുന്നത്. ദേ മാഡം വരുന്നുണ്ട്. ശ്രേയ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? വീട്ടുകാരെക്കാൾ നിനക്ക് മുഖ്യം വിരുന്നുകാരാണല്ലോ. ഞാൻ കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിൽ എന്ത്? കഴിച്ചിട്ടില്ലെങ്കിൽ വാ, ഞാൻ എടുത്തുതരാം. നല്ല ദോശയും സാമ്പാറും ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ട്. വേണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ആരെയെങ്കിലും കൊണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം. മാഡത്തിന്റെ ഔദാര്യത്തിന് കാത്തു നിൽക്കാനുള്ള സമയം എനിക്ക് സർക്കാർ അനുവദിച്ച് തന്നിട്ടില്ല. മാഡം, പോലെ 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 ഒരു മിനിറ്റ് ആയിരുന്നു. പോലെ 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 ഞാൻ റെഡി. മാഡം, ഈ പോകുന്ന വഴിക്ക് MM കൺസ്ട്രക്ഷന്റെ ഓഫീസിലെ എന്നെ അതിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കിയേക്കോ. ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിന്ന് അവിടെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എനിക്കൊരു ജോലി വേണ്ടതും മാഡത്തിന്റെ ആവശ്യമാണല്ലോ. എനിക്ക് വലിയ കോൺഫിഡൻസ് ഉണ്ട്. ഈ ജോലി ഉറപ്പായിട്ട് എനിക്ക് തന്നെ കിട്ടും. ഉറപ്പ്. പ്ലീസ് എന്നെ ഒന്ന് അവിടെ ഇറക്കിയേക്കോ. ഇന്റർവ്യൂവിന് ബൈക്കിൽ പോയാൽ എന്താ കുഴപ്പം? അത് എന്റെ ബൈക്കിന്റെ അവസ്ഥ മാഡത്തിന് അറിയാവുന്നതല്ലേ. അത് വീണ്ടും വർക്ക്ഷോപ്പിൽ കയറി. ഇനി അത് അറിഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന മെക്കാനിക്ക് പറയുന്നത്. പ്ലീസ് മാഡം, അല്ലെങ്കിൽ ഞാനിവിടെ നടന്ന് റോഡിൽ കയറി ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അതുകൊണ്ടാ. അരവിന്ദേട്ടൻ ഒരു നല്ല വഴിക്ക് പോകുന്നല്ലേ ശ്രേയ, ഒന്ന് ഇറക്കിയേക്ക്. വക്കാലത്ത് ഏറ്റെടുക്കാൻ നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. നിനക്കിത് എന്തിന്റെ കേടാ ചാരു? ഇടയ്ക്കിടയ്ക്ക് വല്ലവരുടെയും വാലിരിക്കുന്നത് കേട്ടില്ലെങ്കിൽ സമാധാനം കിട്ടില്ല നിനക്കല്ലേ? അല്ല, മാഡത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാനൊരു ഓട്ടോ എടുത്ത് പൊയ്ക്കോളാം. നിക്ക്. MM കൺസ്ട്രക്ഷൻസ്, ഇവന്റെ ഒരു ജോലി. ഈ ജോലി കിട്ടാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണല്ലോ. മാഡം, മാഡം എന്താ വിളിച്ചത്? വന്ന് കാറി കയറ്, ഞാൻ അവിടെ ഇറക്കിയേക്കാം. താങ്ക് യു മാഡം. താങ്ക് യു. ഒന്ന് നിക്കണം മാഡം. സർക്കാർ ചട്ടങ്ങളെ തലനാഴിയുടെ വ്യത്യാസമില്ലാതെ മറ്റുള്ളവരെ കൊണ്ട് അനുസരിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം ജീവിതത്തിലും ആ ചട്ടങ്ങൾ പാലിക്കണം. സർക്കാർ വാഹനം ദുരുപയോഗം ചെയ്തു എന്നും പറഞ്ഞ് പല കീഴുദ്യോഗസ്ഥരെയും നിർത്തിപ്പൊരിക്കുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. KL 65F 3267 ഇന്നോവ കാർ. ഇത് കേരള സർക്കാരിൻ്റെതാണ്.